ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ലോക് ഭവനിലേക്ക് എത്തുന്നു. പ്രോട്ടം സ്പീക്കറുടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ലോക് ഭവനിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ ഇപ്പോൾ 1, 2, 3 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് വി.ഡി. സതീശൻ ഇപ്പോൾ ലോക് ഭവനിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ലോക് ഭവനിലേക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തിച്ചേരുന്ന കാഴ്ച. അവിടെ ഇപ്പോൾ ജി സുധാകരനുണ്ട്. പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം നാളെ പ്രോട്ടം സ്പീക്കറായ ജി സുധാകരന്റെ മുന്നിലാണ് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ലോക് ഭവനിലെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റന്നാളാണ്. നാളെ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. ആ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പ്രോട്ടം സ്പീക്കറെ നിശ്ചയിച്ചു. ജി സുധാകരനാണ് പ്രോട്ടം സ്പീക്കർ. പ്രോട്ടം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ജി സുധാകരന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 3 വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. മുഖ്യമന്ത്രിയുടെ വാഹനമടക്കം ഒരു പൈലറ്റ്, ഒരു എസ്കോട്ട്, നടുക്ക് മുഖ്യമന്ത്രിയുടെ കാറ്. ഇതാണ് ഇപ്പോൾ ലോക് ഭവനിലേക്ക് എത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ടി വി പ്രസാദുണ്ട്. ടി വി പ്രസാദ്, ലോക് ഭവനിൽ 9:30 തോന്നുന്നു സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. 10 മിനിറ്റ് മുമ്പേ തന്നെ മുഖ്യമന്ത്രി ലോക് ഭവനിലേക്ക് എത്തിച്ചേരുകയാണ്. ജി സുധാകരൻ നേരത്തെ എത്തിയിട്ടുണ്ട്. ബാക്കി മന്ത്രിമാരൊക്കെ അവിടെ എത്തിയോ? അരുൺ, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇവിടേക്ക് ലോക് ഭവനിലേക്ക് എത്തിയത്. അല്പസമയത്തിനകം തന്നെ മറ്റു മന്ത്രിമാരും എത്തിച്ചേരും. ബിന്ദു കൃഷ്ണ, ഒ.ജെ. ജനീഷ് എന്നിവരാണ് ഇതിനു മുമ്പ് അകത്തേക്ക് എത്തിയത്. ചീഫ് സെക്രട്ടറി കൂടി അകത്തേക്ക് കടന്നു. 9:30 പ്രോട്ടം സ്പീക്കറുടെ സത്യപ്രതിജ്ഞ ലോക് ഭവനിൽ നടക്കുന്നത്. ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഇനിയിപ്പോൾ മറ്റു മന്ത്രിമാർ, കൂടുതൽ മന്ത്രിമാർ കൂടി സമയത്തിനകം തന്നെ എത്തും. സമയം 9:15 പിന്നിടുന്നു. 10 മിനിറ്റിനകം ക്രമീകരണങ്ങൾ മുഴുവൻ ലോക് ഭവനിൽ തുടങ്ങുകയും ചെയ്യും. വളരെ ചെറിയ ചടങ്ങ് മാത്രമാണ് ഉള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല. PRDയിൽ നിന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ അവർ എത്തിച്ചു തരുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗം 10:30 സെക്രട്ടേറിയറ്റിൽ ചേരുക. പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇന്ന് CPIMന്റെ മുൻ നേതാവായ ജി സുധാകരനാണ്. ജി സുധാകരനെയാണ് പ്രോട്ടം സ്പീക്കറായി UDF തെരഞ്ഞെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അതിന്റെ നടപടികൾ, ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കും എന്ന് തോന്നുന്നു. കൂടുതൽ ആളുകൾ ലോക് ഭവനിലേക്ക് വരികയാണ്. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം കൂടിയാണ്. കാരണം രാഷ്ട്രീയ ചെറ്റത്തരമാണ് ഇത് എന്നാണ് പിണറായി വിജയൻ അന്ന് ജി സുധാകരൻ സ്ഥാനാർത്ഥിയായതിനെ കുറിച്ച് പറഞ്ഞത്. അതേ ചെറ്റത്തരം നടത്തിയ ആളാണ് ഇപ്പോൾ പ്രോട്ടം സ്പീക്കറായി മാറി. അദ്ദേഹത്തിന്റെ മുന്നിലാണ് MLA ആയി പിണറായി വിജയന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ മത്സരിക്കുന്ന സമയത്ത് വിജയിച്ചു കഴിഞ്ഞാൽ ജി സുധാകരനെ മന്ത്രിയാക്കും എന്നെല്ലാം UDF ക്യാമ്പെന്ന് വാർത്തയുണ്ടായിരുന്നെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മന്ത്രി കസേരയ്ക്ക് വേണ്ടി വലിയ പിടിവലിയായി അങ്ങനെ ഒരു മന്ത്രിയെ കൊടുക്കാൻ ഇല്ലാത്തൊരു സാഹചര്യം വന്നു. അപ്പോഴാണ് ഒരു പരിഗണന എന്ന നിലയിൽ, മുതിർന്ന അംഗം എന്ന നിലയിൽ കൂടി പ്രോട്ടം സ്പീക്കറായി ജി സുധാകരനെ തെരഞ്ഞെടുക്കുന്നത്. നാളെയാണ് അരുൺ നിയമസഭയിൽ MLA മാരുടെ സത്യപ്രതിജ്ഞ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പിണറായി വിജയനും അതുപോലെ ഉൾപ്പെടെയുള്ള എല്ലാ MLA മാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അതിന്റെ അടുത്ത ദിവസം സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. അതിന്റെ ക്രമീകരണങ്ങളും നടക്കുന്നു. അങ്ങനെ വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നിയമസഭാ സമ്മേളനം, നാളേക്ക് നിയമസഭാ സമ്മേളനം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും നിയമസഭ ചേരുന്നു എന്നുള്ളതാണ് അരുൺ. ഓക്കെ, താങ്ക് യു. ടി വി പ്രസാദാണ് ഇപ്പോൾ ലോക് ഭവന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, 40 വാഹനമില്ലേ അരുൺ? 40 വാഹനമൊന്നും പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നില്ല. നമ്മൾ വസ്തുതയായിട്ട് തന്നെ പറഞ്ഞിട്ട് പോട്ടെ.